വെൽക്കം ബാക്ക് ടു അദ്വൈത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നേരെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നമ്മളെ ടോപ്പിക് ഈസ് ഓക്കെ. ഇത് നിങ്ങളുടെ ലൈഫിലൊക്കെ ഒരു എന്താ പറയുക, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ആണ്. മീൻസ് എന്താ പറയുക, ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരുന്നൊരു മെയിനായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന ചിലരുണ്ടാവും, ഇനി എന്താ പറയുക, ഇത് ആഗ്രഹിച്ചിട്ട് അത് ചെയ്യാൻ പറ്റാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. മെയിനായിട്ട് ഇത് നിങ്ങളൊരു വേക്കപ്പ് കോളായിട്ട് നിങ്ങൾ എടുക്കുക. എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെയിനായിട്ടെന്ന് വെച്ചാൽ, നമ്മളെ പാഷൻ എന്താണോ അതിൽ അത്രയും സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. മീൻസ് പാഷൻ, പ്രൊഫഷൻ, ഇതിൽ ഏത് ചൂസ് വേണമെന്ന് നിങ്ങളെ ചോയ്സാണ്. ഈ ചോയ്സ് എത്രത്തോളം ആപ്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് ഗ്രോ ആയിക്കൊണ്ടിരിക്കും. മീൻസ് നിങ്ങൾക്ക് ഒരേ ഒരു രീതിയിൽ പോകണമെന്നാണ് നിങ്ങളൊരു ലൈഫെങ്കിൽ, മീൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 9 to 5 ജോബ് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ഇതല്ല, അതിൽ മറിച്ച് കുറച്ചും കൂടെ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 9 to 5 ജോബ് ചെയ്താൽ പോരാ. നിങ്ങൾ 100-ൽ 200 ഇട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരിക്കലും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. നെവർ ഡൗട്ട് ഇൻ യുവർ സെൽഫ്. എപ്പം നിങ്ങളെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പല പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നേക്കാം. ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ പോകുന്ന റൂട്ടിൽ ഒരുപാട് സംഭവങ്ങളും ഡൗട്ട്, നമുക്ക് തന്നെ സെൽഫ് ഡൗട്ട് ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളതിലൊക്കെ എന്ത് ചെയ്യുക, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. റിജക്ഷൻസൊക്കെ ഒരുപാട് കിട്ടാണ്ടാവും, ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന സിനിമകളൊക്കെ ആദ്യം ഫെയിലായിന്ന് വരാം, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. പിന്നെ ഒരുപാട് കളിയാക്കൽ നേരിടേണ്ടി വന്നേക്കാം, ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. പിന്നെ ഒരുപാട് നിങ്ങളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ജോബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പാനിക് ആവരുത്, നിങ്ങൾ ടെൻഷൻ ആവരുത്. നിങ്ങളെ പാഷൻ എന്താണോ അതിൻ്റെ പുറകെ ഒരു കൺസിസ്റ്റൻസിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് അത്രയും 100% ഹാർഡ് വർക്കോട് കൂടി ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് ചേരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളൊരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇനി എന്തൊക്കെ ഡൗട്ട് ഉണ്ടായിക്കോട്ടെ, നിങ്ങളെ ചുറ്റുപാടിൽ എന്തൊക്കെ വലിയ കാര്യങ്ങൾ നടന്നോട്ടെ, നിങ്ങൾ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക, ബ്ലെസ്ഡായിട്ടിരിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ലാതാണെങ്കിലും വിഷമിക്കാതെ പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു സമയമുണ്ട്. നല്ല നേരമുണ്ട്, ഒരു ചീത്ത നേരമുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല നേരത്തിന് ശേഷം ഒരു ചീത്ത നേരം വരും. ഇത് സംഭവം ലൈഫിൽ ശരിക്കുള്ളൊരു സംഭവം തന്നെയാണ്. വെച്ചാൽ എല്ലാ സമയവും എല്ലാവർക്കും നല്ലതായിക്കൊള്ളുന്നില്ല, എല്ലാ സമയവും എല്ലാവർക്കും ചീത്തതായിക്കൊള്ളുന്നില്ല. അപ്പം ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ എന്താ പറയുക, ഒരിക്കലും സംശയം വിചാരിക്കരുത്. നിങ്ങൾ ഇറങ്ങി തിരിച്ച ഫീൽഡിൽ ഇനി എന്താ പറയുക, നമ്മളെ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളെ മനസ്സിൽ ഓരോ ചാഞ്ചാട്ടങ്ങളെന്നൊക്കെ പറയും, അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഏതൊരു ഫീൽഡിലാണോ വിശ്വസിക്കുന്നത്, നിങ്ങൾ ഏതൊരു ഫീൽഡിലേക്കാണോ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു ഫീൽഡിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ഫീൽഡിന് വേണ്ടി നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ഒരു ഫീൽഡിൽ തന്നെ ഗ്രോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് പേഴ്സണലി ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരാളും പറയുന്നത് കേൾക്കാതിരിക്കുക. ഈ ഒരു ഫീൽഡിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവരോടായിട്ട് കൂടുതലായിട്ട് കണക്ട് ചെയ്യുക, അവരോട് കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഒരുപാട് പോരായ്മകൾ എവിടെയാണോ പോരായ്മകളുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. ആ രീതിയിൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക, ആ രീതിയിൽ നിങ്ങൾ എത്തിപ്പെടുക. മീൻസ് ഇതിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ ചോയ്സാണ് ഇതിൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചത് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള, ചിലപ്പോൾ എല്ലാവരുടെ ലൈഫും ഒരുപോലെ ആയിക്കോണമെന്നില്ല. ചിലർ ചെറുപ്പം മുതലേ അയാളെ പാഷനനുസരിച്ച് തന്നെയായിരിക്കും പഠിച്ച് പോയിട്ടുണ്ടാവുക. ചിലർ വീട്ടുകാരുടെ പ്രഷർ കൊണ്ടോ വേറെ എന്തുകൊണ്ടോ ആയിരിക്കും, വേറെ മറ്റ് കാര്യങ്ങളിലായിരിക്കും നമ്മളെ കോൺസെൻട്രേഷൻ പോയിട്ടുണ്ടാവുക. അപ്പം നിങ്ങളെ ചോയ്സാണ്, നിങ്ങൾക്ക് ഏത് ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനം മൊത്തം
നിങ്ങളുടെ ലൈഫിൻ്റെ ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനം മൊത്തം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ലൈഫിൽ ഏതൊക്കെ രീതിയിൽ, എങ്ങനെയൊക്കെ രീതിയിൽ, ഏതൊക്കെ വഴിയിലൂടെ, എങ്ങനെയൊക്കെ അച്ചീവ്മെൻറ്റ്സ് നേടി, ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സിനോടൊരു 1 അല്ല 2 അല്ല ഒരു 3 വട്ടം ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുക പാഷൻ ഓർ പ്രൊഫഷൻ. രണ്ടും കൂടി ഒരുമിച്ചൊരു വഴിയിലേക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് മാക്സിമം എല്ലാവരും എത്തിപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു ഗൈസ്.